ഇത് മുള വെട്ടിയ പണിക്കാരുടെ പരിപാടിയുണ്ട്. വള്ളം. നമസ്കാരം, അജയാന ഫിഷി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എരവേരിൽ ഉറുമ്പിക്കായ എന്ന് പറഞ്ഞൊരു കായമുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ്, മേളിൽ കാണുന്നതാണ് ഉറുമ്പിക്കായ. അതിൻ്റെ താഴെയുള്ള വലിയ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോ അതിൻ്റെ പേര് ചൂടായിരുന്നു. അപ്പോൾ അതിന് മേളിലോട്ടുള്ള ഭാഗങ്ങൾ ഇത് പക്ഷേ ഇത്തിരി ഏറെ ദൂരം കവർ ചെയ്യാനാണ് നോക്കുന്നത് നമ്മൾ. ഈ പാറയൊക്കെ ഉണ്ട്, ഇതാണ് ഉറുമ്പിക്കായ എന്ന് പറഞ്ഞ സ്ഥലം. ഈ പാറയിൽ ഇടിച്ച് ഒഴുക്ക് നല്ലോണം വരുന്നുണ്ട്. ഇവിടെ ഇടുങ്ങിയ ഭാഗമായത് മണൽപ്പുറ്റ് ഉണ്ട്, അവിടോട്ട് മണൽ വന്ന് ഡംപ് ചെയ്യുന്നതാണ്. സ്ട്രൈക്കായിരുന്നു, ഒരു സ്ട്രൈക്ക്. അതിൻ്റെ സൈഡിലെ മുള എല്ലായിടത്തും മേളിൽ നിന്ന് താഴെ വരെ എല്ലായിടത്തും ഇപ്പോൾ വെട്ടുന്നുണ്ട്. പേപ്പർ മില്ലിലെ വണ്ടിയൊക്കെ വന്ന് കൊണ്ടുവന്നത്. മുള വെട്ടിയ പണിക്കാരുടെ പരിപാടിയുണ്ട്. വള്ളം മൂടി കവർ ചെയ്തിട്ടിട്ടുണ്ട്. സാധാരണ ഇച്ചിരെങ്കിലും ബോധമുള്ളവന്മാരങ്ങനൊന്നും ചെയ്യാറില്ല. ഇത് എത്ര വാഹയത്? ഒരു 5-6 വാഹ കുറേ വന്നു. ഇതെല്ലാം കണ്ട പന്നി കുത്തി ഇളക്കി വെക്കുന്ന. ഇപ്പോൾ ഈ ആറ്റിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്, അവിടെ എല്ലാം വഴുത്താരം കണ്ട പന്നി ഇറങ്ങി വരുന്നത്. ആറിൻ്റെ സൈഡിൽ മുഴുവൻ പന്നിയുടെ അയ്യര് കളിയാണ് ഇപ്പോൾ. സന്ധ്യ സമയത്ത് നമുക്ക് കാണുകയും ചെയ്യും. ഇതൊക്കെ കണ്ടോ കുത്തി ഇളക്കിയിട്ടേക്കുന്നത്. നമുക്ക് വലിയ പന്നിയാണ് കേട്ടോ. കുളമ്പല്ല, കയറി അവിടെ കിടക്കുന്നതിൻ്റെ ഇത് കണ്ടോ. അങ്ങനെ ദേ ഒരു ചെറുവിനടിച്ചു. ആ സമയത്ത് ക്യാമറ ഓണല്ലായിരുന്നു. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അതിന് DTS സൗണ്ട് കേട്ടു. ചെറുതാ, വലിയ സൈസൊന്നും ഇല്ല. വലിയ സൈസൊന്നും ഇല്ല. അങ്ങ് അണ്ണാക്കി കയറി. ഇതിപ്പോൾ കല്ലുപ്പാറ എത്തി. ഒരു മീൻ, ഒന്നല്ല 2 മീൻ കിട്ടും. ഒരു ചെറിയ വാഹയും ഒരു ചെറുമീനും. നമ്മൾ മുമ്പേ കണ്ട മണൽപ്പുറ്റ് കൂട്ട് തന്നെയാണ്, സെയിം സിറ്റുവേഷനാണ്. ഇത് കണ്ടോ, ഒരു ആറ്റിലേക്കൊരു പാറ ഇങ്ങനെ തള്ളിയപ്പോണ്ട്. അപ്പോൾ ഈ ഒഴുക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കിടന്നടിച്ചിട്ട് അങ്ങോട്ട് ഒഴുകുമ്പോഴത്തേന് നടുക്ക് ഭാഗത്ത് മണൽ ഡംപ് ചെയ്യും. അപ്പോൾ വേണ്ടേ നടുക്ക് മണൽപ്പുറ്റ് കൂട്ട് അങ്ങ് രൂപപ്പെടും. ഇത് അമ്പലത്തിൻ്റെ കടവാണ്. ഇപ്പോൾ ആറിൻ്റെ തീരത്ത് തന്നെ അമ്പലമെങ്കിലും അങ്ങ് നല്ല പൊക്കത്തിലാണ് അമ്പലം, കല്ലുപ്പാറ അമ്പലം. ഒരു ഇരുമ്പ് പാലം കണ്ടോ, ഇത് കല്ലുകാർ പണിഞ്ഞാണ്. ഇത് കല്ലുപ്പാറയിൽ നിന്ന് വെണ്ണിക്കുളം എരവേരി റോഡിലേക്കുള്ളൊരു കണക്ഷനാണ്. 4 വീലർ ഒക്കെ പോവും, അതിനപ്പുറമായിട്ടൊന്നും നടക്കുകയില്ല. രണ്ടുപേരോടും ചൂണ്ടിടുന്നുണ്ട്. എന്താ ചേട്ടാ, അങ്ങോട്ടല്ലേ ചേട്ടൻ ഇവിടെ നിൽക്കുക, അങ്ങോട്ടല്ലേ വാ. കോരിക്കോ ഇനി ഓടിക്കല്ലേ. അത്യാവശ്യം നല്ല ഒരെണ്ണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരെണ്ണം. എടുക്കുന്നുണ്ട്. വേസ്റ്റ് എണ്ണപ്പാട് ഇലയും വേസ്റ്റ് എന്ന് പറയാൻ കുപ്പിയൊക്കെ ഉള്ളത് കുറവാണ്. മുളയിലാണ് കൂടുതലും. കണ്ടോ, നാളെ രാവിലെ നോക്കുമ്പോഴത്തെല്ലാം ക്ലിയർ ആവും. അങ്ങനെ തുഴഞ്ഞു നമ്മൾ കുറിഞ്ഞിക്കടവ് പാലം, നല്ല പൊക്കമൊക്കെ ഉള്ള ഒരു പാലമാണ്. ഇവിടെ ഇടയ്ക്കൊരു കൺവെൻഷനൊക്കെ നടക്കുന്ന നഗരമൊക്കെ ഉണ്ട്, പാർക്ക് കൂട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ കല്ലുപ്പാറയ്ക്ക് ഒക്കെ കഴിഞ്ഞിങ്ങനെ മേളിൽ നമ്മുടെ കോമളം ഭാഗത്തായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അടുത്ത പുരട്ടിക്കാവ് അമ്പലം അടുത്ത അമ്പലമാണ്. ഇതിനപ്പുറം വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്.
ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ഡിവോഷണൽ സോങ് ഉണ്ട്. സന്ധ്യ സമയമാകുന്നതുകൊണ്ട് ഡിവോഷണൽ സോങ് ഒക്കെ കേട്ട് കേൾക്കാമല്ലോ. മണവലിയാറിൻ്റെ തീരത്ത് ഇതുപോലെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതുകൊണ്ട് വാഹ കുഞ്ഞുങ്ങളുമായിട്ട് അല്ല, കല്ലാണുള്ളത്. അതെ, അടുത്ത് തൃക്കേലമ്പലം. അല്ല, 2021 വെള്ളപ്പൊക്കത്തിൽ പോയ കോമളം പാലം. അതിൻ്റെ ആ പാലത്തിൻ്റെ കൊണ്ട് ആ സൈഡ് മുഴുവനായിരുന്നു, ഇങ്ങനത്തെ സൈഡ് മുഴുവൻ ഇടിഞ്ഞങ്ങ് പോകുമായിരുന്നു. തൂണുകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു, ആ സൈഡിലെ സ്ലാബും എല്ലാം പോയി. ഇപ്പോൾ അതെ 2025 ജനുവരി ലാസ്റ്റ് ആറായപ്പോഴത്തേന് പാലം പണി പകുതിയായിട്ടുണ്ട്. ഇനി നടുക്കത്തെ 2 ഇവിടെ ഫിനിഷായി കഴിഞ്ഞാൽ, ഫിനിഷ് ചെയ്ത് പിന്നെ സ്ലാബ് കൂടെ റെഡിയായി കഴിഞ്ഞാൽ പാലം പണി സെറ്റാവും. കഴിഞ്ഞ ദിവസത്തേൻ്റെ ബാക്കി ഞങ്ങൾ വീണ്ടും യാത്ര ഇടാണ്. ഇന്ന് പുറവെള്ളത്തിൽ 3 പേരുണ്ട്, അനീഷുമുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ഇന്ന് വെയിറ്റ് ഉണ്ടായിട്ട് ഇത് മുട്ടുന്നുണ്ട്. 3 പേര് കയറുമ്പോഴത്തേന് അത്യാവശ്യം പൈപ്പൊക്കെ മുട്ടുന്നുണ്ട്. 16 അടിയുടെ വെള്ളത്തിൽ 3 പേര് കയറുമ്പോഴത്തേന് അല്ലേ തന്നെ ഇച്ചിരി പാടാം. ആഹയായിരിക്കും. ഇത് 2ാമത്തെ മെയിൻ തടയാണ്. ഇവിടെ തുരുത്തിക്കാട് ഭാഗമാണ്. ഇവിടെ ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ പണിഞ്ഞ് വെച്ചേക്കുക. നമുക്ക് ഇതൊന്നും ടാസ്ക് അല്ല, ഇറങ്ങാൻ പറ്റത്തില്ല. അതെ, പടുതോട് പാലത്തിൻ്റെ അടിയിൽ ഇതൊരു മണൽ തിട്ടയാണ്. പൊമ്പുഴ ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്നൊരു മണൽത്തിട്ടയാണ്. ഒരുപാട് ഏറിയുണ്ട് അവിടെ. ഈ സൈഡിൽ കൂടെ ശകലം വെള്ളമായിട്ട് പോകുന്നുള്ളൂ. ഇന്ന് ഇല്ലായിരുന്നേ, ഇന്നലെ കൊണ്ട് ഒരു തോട്ടം വിട്ടായിരുന്നു കൺവെൻഷൻ നടക്കുന്നു. പടുതോട് പാലത്തിൻ്റെ മേളിലെ ആറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വറ്റിയിട്ട് ഇവിടെയൊക്കെ വെള്ളം ഒട്ടും ഇല്ലാതാവും, ആറ് മുറിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാവും. ഇവിടുത്തെ കാട് പ്രതീതിയാണ്. കുറേ വവ്വാലുകളുണ്ട്. അതുകൊണ്ട് സൈഡിൽ നിന്ന് ചരിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചരിയുന്നുണ്ട്. ഇത് ഈ ലെവലിൽ പോകുമ്പോഴത്തേന് ഈ പൈപ്പിലായിരുന്നെങ്കിൽ മറിഞ്ഞു പോയത്. ഒരു പെരുമ്പാമ്പ് വല കയറിയത് ചത്തളിഞ്ഞ് കിടക്കുന്നു. വല നാറ്റടിച്ചത് ചെറിയ വലയുണ്ട്, അതിനകത്ത് എങ്ങനെ കൊണ്ട് കയറിയാ? ഇവിടെ എല്ലാം പന്നി വരുന്നതാണ്. അടിച്ചോളെ. അയ്യോ, ഇത് എവിടുന്ന് വന്നടിച്ചു? സ്ട്രൈക്കും ഇല്ല, ഒരു കോപ്പും ഇല്ലായിരുന്നു. ഓട് എന്നെ ചെയ്യണം. ഈയിടെ എല്ലാം ഇതടിക്കുന്നതുകൊണ്ട് ഫ്ലിപ്പ് മാറ്റിയിട്ട് നമ്മൾ ഇതിട്ടതാ, ഫ്രോഗ് ഇട്ടതാ. ഓക്കെ, ഗോ 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 മാൻ. അങ്ങനെ പടുതോട് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മേളിൽ കീഴ്വായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമായി. ഇനി ഇത് കഴിഞ്ഞിട്ട് മല്ലപ്പള്ളിയാണ് ഇന്നത്തെ ഫിനിഷിങ് പോയിന്റ് അല്ലേ. മല്ലപ്പള്ളി വരെ പോകണം. കീഴ്വായ്പൂരിന് മേളിലുള്ള അവസ്ഥ ഉണ്ട്. സൈഡിലെ മോളെ എല്ലാം വെട്ടി ആറ്റിയിട്ടിട്ടുണ്ട്. ഒരു ശകലം വെള്ളമില്ല. ഇത് കണ്ട് മുട്ടറ്റും വെള്ളമൊക്കെ ഉള്ളു. ഈ മോളെയൊക്കെ വെട്ടിക്കൊണ്ട് പോകും. ഇതൊക്കെ ആറ്റിയിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വലയൊക്കെ ഇടുന്നവർക്ക് പണിയാവും മുഴുവൻ. കിഴക്കോട്ട് ഇങ്ങനെ ഇനി പോകും തോറും ഇതുപോലത്തെ മണൽത്തിട്ടകൾ ഇനി ഒരുപാടുണ്ട്. ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുള്ളൂ, ബാക്കിയെല്ലാം മണൽത്തിട്ടകളാണ്. അങ്ങനെ ഇത് സന്ധ്യയാകാറായപ്പോഴത്തേക്കും ഞങ്ങൾ മല്ലപ്പള്ളി എത്തി. മല്ലപ്പള്ളി തടയണയാണ്. ഇത് ചെറിയ ടാസ്ക് ഉണ്ട്. ഈ തടയണ പൊക്കി മേളിൽ വെള്ളം കയറണം. ഇപ്പോൾ വെട്ടുമെല്ലാം പോയി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത് ഈ മല്ലപ്പള്ളിക്ക് മേളിലോട്ടുള്ള, മല്ലപ്പള്ളി ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് പാലവും ഒക്കെ ഉള്ളത്.